നമ്മുടെ വിജയന്റെ സീറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പ്രകാശ് രാജ് കമലഹാസനൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് വിജയനെ. Vijay has got his numbers and he's saying, "Alfu, let him go on the floor. Why are you even not giving him the democratic right?" പക്ഷെ ഇതേ ആൾക്കാർ തന്നെ വിജയ് ഇലക്ഷനിൽ നിൽക്കുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്. ஒரே சினிமா காசு பார்த்துக்கலாம் பெரிய இதுவாக மாட்டாங்க சினிமா ஒரு சினிமா கூட நீ டாக்டர் இன்ஜினியர் வரலாம் முதல் வரலாம் அரசியல் அப்படியே முதல் வாங்கிக்கிறீங்க. யார் அரசியல் பேசணும் ஏன் அளவுக்கு அரசியல் பேசுறியா பண்ணி ഈ പറയുന്ന പ്രകാശ് രാജും അതേപോലെ തന്നെ കമലഹാസൻ, സത്യരാജ് ഇവരൊക്കെ വിജയനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവർ തന്നെത്താനെ ഓർക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ആക്ടർമാരാണ്, ഇവരൊക്കെ സിനിമയിൽ കൂടെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇവരൊക്കെ സിനിമയിൽ കൂടെ തന്നെയാണ് ഫേമസ് ആയത്. അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന രാഷ്ട്രീയം എന്തുകൊണ്ട് വിജയിന് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ അറിയാവുന്ന രാഷ്ട്രീയം എന്തുകൊണ്ട് വിജയിന് അറിയില്ല എന്ന് ഇവർ പറയുന്നു എന്നതാണ്. വിജയിനെ പറ്റിയിട്ട് വിജയ്ക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ഇറങ്ങി മുന്നിൽ നിന്നിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അറിയില്ല. 2008 ஒரு கொடூரமான சம்பவம், இலங்கை ஈழம் படுகொலை. அதை கண்டிச்சு அவர் குடும்பத்தோட உண்ணாவிரதம் போராட்டம் பண்ணாரு. அவரு உண்ணாவிரதம் போராட்டம் பண்றதை பார்த்து பல்லாயிரக்கணக்கான ரசிகர்கள் அவருக்கு அந்த டைம்ல வந்து ஆதரவு கொடுத்தாங்க. வர செய்திகள் பாக்குற போட்டோஸ் இதெல்லாம் பார்க்கும்போது மனசுக்கு ரொம்ப கஷ்டமா இருக்கு. 2009 விஜய் ரசிகர் மன்றமா இருந்ததை விஜய் மக்கள் இயக்கமா மாத்தி தமிழக மக்களுக்கு நிறைய நலத்திட்ட உதவிகளை அவர் செஞ்சு வந்தார். அதை தொடர்ந்து நம்ம தமிழக மீனவர்கள் எல்லையில கொடூரமா சுட்டுக் கொல்லப்படும் போது அதை கண்டிச்சு பெரிய ஒரு பொதுக்கூட்டத்தை அப்ப கூட்டி தளபதி ஜல்லிக்கட்டு பிரச்சனைக்காக முதல் ஆளா போய் நின்னாரு. அனிதாவோட இறப்புக்கு ஆறுதலா ஒரு அண்ணனா போய் முன் நின்னாரு. தூத்துக்குடி ஸ்டெர்லைட் பிரச்சனைக்கு குரல் கொடுத்தாரு. கள்ளக்குறிச்சியில கள்ளசாராயம் குடிச்சு இறந்த குடும்பத்துக்கு ஆறுதலாக நின்னாரு. இத்தனை வருடங்கள்ல தமிழ்நாட்டுக்கோ மக்களுக்கோ மொழிக்கோ தன்மானத்துக்கோ பிரச்சனை வந்திருக்கும் போது வந்து நின்று இருக்கியா? ഇതൊന്നും നോക്കാണ്ട് ആരെയൊക്കെ എന്തൊക്കെയോ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ തന്നെ സ്വയം മണ്ടത്തരം കൊണ്ടോ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിജയ് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. പക്ഷെ സീറ്റിന്റെ കാര്യത്തിൽ കുറച്ച് ടാലിയാവാനുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കുറ്റം പറഞ്ഞ ആൾക്കാർ, ഇതേ മോശം പറഞ്ഞ ആൾക്കാർ തിരിച്ചു വന്നേക്കാണ് ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആൾക്കാരുടെ സ്വഭാവം.